ഇന്നൊരു നാടൻ പാച്ചോറിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. 4 മണിക്കൊക്കെ ഒരു പലഹാരമായിട്ട് പിള്ളേരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി അതിൻ്റെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലൊക്കെ മാറ്റി അതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് പച്ചരിക്ക് 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 2 വിസിലടിച്ചപ്പോൾ തന്നെ പച്ചരി നല്ലതുപോലെ വെന്തായിരുന്നു കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങ നല്ലതുപോലെ ഒന്ന് ചിരകി വെക്കാം. ഒരു വലിയ ഉരുള ശർക്കര എടുത്തിട്ടുണ്ട്, അതും ഒന്ന് പൊടിച്ചു വെക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. അത് ഒത്തിരി അരയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി അതിലെ പാച്ചോറിനായിട്ട് നമുക്ക് ആ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 8 ഏലക്കായും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഏലക്ക പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുക്കറൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പച്ചരിയെല്ലാം നല്ലതുപോലെ വെന്തിരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശർക്കരയൊക്കെ നല്ലതുപോലെ അലുത്തു. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെയുള്ള പൊടി ചേർക്കാം. പൊടി ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ചിരിക്കുന്നതായതുകൊണ്ട് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും കേട്ടോ. ഇനി നമ്മൾ മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തും അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അവസാനമായിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല പലഹാരമാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.